ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, ഈ സ്വർണത്തിന്റെ വില നമ്മൾ ദിനംപ്രതി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണത്തിന്റെ വില താഴുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക. എന്നാൽ അത് താഴുന്നില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ തന്നെ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം കുറഞ്ഞു എങ്കിൽ പോലും വീണ്ടും തിരിച്ചു കയറുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വില വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ന് രാവിലെ 65 രൂപ വർദ്ധിച്ച് 12,715 ആയിരുന്നു സ്വർണ്ണവില. അത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 65 രൂപ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ 12,770 എന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ്. ഇത് നിലവിലെ ഇതിനെല്ലാം കാരണമായി പറയപ്പെടുന്നത് അമേരിക്കയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അമേരിക്കയിലെ ആവറേജ് ഹവർലി ഏണിംഗ്, അതായത് ഒരു മണിക്കൂറിൽ അമേരിക്കയിൽ കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ അവിടുത്തെ US പേറോളുകൾ, അവരുടെ അൺഎംപ്ലോയ്മെന്റിന്റെ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായേക്കുന്ന ചില പഠനങ്ങളും ചില ചർച്ചകളെയൊക്കെ തുടർന്ന് അതൊക്കെ ഈ വിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ടും 1-2 ദിവസത്തേക്ക് ഈ സ്ഥിതി വില വർധനവ് തുടരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത് ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു തന്നെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ ജുവലറികളിലേക്ക് എത്തുന്ന ജനങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവ് എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. കാരണം ഈ 1 ലക്ഷം ഒക്കെ കഴിയുക എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അനിശ്ചിതത്വം അത് എത്രത്തോളം ഉണ്ട്? കാരണം മതിയായ രീതിയിൽ കച്ചവടം നടക്കുന്നില്ലല്ലോ. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനിശ്ചിതത്വം ആയിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം ഇങ്ങനെ ഒരു വില നിൽക്കുന്നിടത്തോളം കാലം ആളുകൾ, സ്വർണം വാങ്ങാനായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾ വളരെ കുറഞ്ഞ അളവിൽ സ്വർണം വാങ്ങുന്ന തരത്തിലേക്ക് ഉള്ള ഒരു മാറ്റം വിപണിയിൽ പ്രകടവുമാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആളുകൾ വിൽക്കുന്നതിനെ പറ്റിയുള്ള എൻക്വയറീസും വിൽക്കുന്നതിനൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. കാരണം ആളുകൾ ഇടയ്ക്ക് ചില ആശങ്കകളുണ്ട്. ഇനിയും ഇത്രയും വില വർദ്ധിച്ചു നിൽക്കുന്നു, ഒരുപക്ഷെ വില കൂടുതലായി താഴേക്ക് പോയാലോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഈ ആശങ്കകളൊക്കെ തന്നെ സ്വർണത്തിന്റെ വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആളുകൾ സ്വർണം വിൽക്കുന്നതിനായിട്ട് എത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഈ ആളുകൾ സ്വർണം വിൽക്കാനായിട്ടും ഒക്കെ. കാരണം ഒരു വില വലിയ രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. കാരണം ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ സ്വർണ്ണവില എന്നൊക്കെ കൂട്ടിയിട്ടുണ്ടോ, ചെറിയ കുറവൊക്കെ വന്നാലും അതൊക്കെ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് വീണ്ടും കൂടുന്ന ഒരു തരത്തിലേക്കാണ് സ്വർണ്ണ വില എക്കാലവും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ഇല്ലാത്ത ആളുകൾ ഒക്കെ സ്വർണം കീപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്വർണ്ണ വില വർദ്ധിക്കുന്നത് കൊണ്ട് അവർക്കൊരു അസറ്റായിട്ട് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നാണയമായിട്ട് ഒക്കെ വാങ്ങിയാൽ ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ പണിക്കൂലിപ്പണിക്കുറവില്ലാതെ ആളുകൾക്ക് വാങ്ങുന്നതിനുള്ള അവസരമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ ഇതുകൊണ്ട് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ, വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ ഇത് വിറ്റിട്ട് ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കാം എന്നുള്ള തരത്തിലൊരു ചിന്ത ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമായിട്ട് തന്നെ കാശിക്കുള്ളൂ. കാരണം ബാങ്ക് വായ്പയേക്കാളൊക്കെ വളരെ വലിയ തോതിലാണ് സ്വർണത്തിന്റെ വില എല്ലാ കാലത്തും വർദ്ധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ കടന്നുകൂടിയിരിക്കുന്ന ചില പുഴുക്കുത്തുകൾ, ഈ ചെറിയ തോതിൽ ഉള്ള കടകൾ വലിയ പരസ്യങ്ങൾ നൽകി എല്ലാ പ്രദേശങ്ങളിലും കടകളുമായി ഒക്കെ ആളുകളെ, ഈ വിൽക്കാൻ വരുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് ഇരിക്കുന്ന ആളുകളെയും ഈ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മാർക്കറ്റുകളും എല്ലാം വിശകലനം ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രമേ സ്വർണം വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ ആളുകൾക്ക് എപ്പോ സ്വർണം വാങ്ങിയാലും അതൊരു നഷ്ടമല്ല. ഈ ചെറിയ തോതിലൊക്കെ വില കുറഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലും വീണ്ടും അതിന് ഉപരിയായിട്ടുള്ള രീതിയിലേക്ക് വില കൂടും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയുള്ള കണക്കുകളേക്കാൾ ഉപരി നമ്മളുടെ ഇതുവരെ നമ്മൾ വിശകലനം ചെയ്യുന്ന വെച്ച് അങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ് സ്വർണ്ണ വിപണിയിൽ എപ്പോഴും നിലനിൽക്കുന്നത്.
അതെ, ഇപ്പോൾ ഇത്തരത്തിൽ ഈ കല്യാണ ആവശ്യങ്ങൾക്കല്ലാതെ ഈ സ്വർണം ഇന്ന് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും സ്വർണത്തിന്റെ വില ഇരട്ടിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ സ്വർണം വാങ്ങാൻ വരുന്നവരുടെ എണ്ണമുണ്ടോ ഈ ജ്വല്ലറികളിൽ? അങ്ങനെ വാങ്ങുന്ന ആളുകളുമുണ്ട്. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളുകളെ സംബന്ധിച്ച് അവന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ഓടിയെത്താനായിട്ട് അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാർക്കുള്ള ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇതൊന്നും സാധിക്കില്ല. അവൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സ്വർണം വാങ്ങുന്നുള്ളൂ. അല്ലാത്ത നിക്ഷേപം എന്ന നിലയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് ഒരു തെറ്റല്ല. അത് അവർക്ക് എപ്പോഴും ഭാവിയിലാണെങ്കിലും അവർക്ക് അത് ഗുണകരമായി മാത്രമേ പ്രതിഫലിക്കൂ. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.